അപ്പോൾ അമേരിക്കൻ പാസ്പോർട്ടും ചെന്നൈയൊക്കെയാണ് പറഞ്ഞ് നിർത്തിയത്. അങ്ങനെ ഇപ്പോൾ പാസ്പോർട്ട് പുതുക്കാനായിട്ട് US എംബസി പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ചെന്നൈയിലുള്ള സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ പുതുക്കി പഴയ പാസ്പോർട്ട് അവർ അസാധുവാക്കിയിട്ടുണ്ട്. പുതിയ പാസ്പോർട്ട് നമ്മൾ അഡ്രസ്സിലേക്ക് അയച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നു. ഒരു മലയാളിയുടെ ഹോട്ടലായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഗീ റോസ്റ്റും ചായയും കോഫിയൊക്കെയാണ് എടുത്തത്. പിന്നെ ഊബറിൽ റിക്ഷ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലായിടത്തിലേക്കും പോയത്. വൈകുന്നേരം ട്രെയിൻ ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് ഒരു മാളുണ്ട് അടുത്ത്, അവിടെ വന്നു ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം 4 മണിക്കാണ് ട്രെയിൻ. ഇപ്പോൾ 10 മണിയായതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം ഫുള്ളും ഈ മാളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് സെയിനിനെ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ KFC വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അതും കഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ നടന്ന് പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് വന്ന് സെയിനിന് ചോക്ലേറ്റ് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് ഞാൻ ഉപ്പാവും മാംഗോവും ടെനർ കോക്കനട്ട് ഫ്ലേവറാണ് എടുത്തത്. പിന്നെയും ഫുഡ് കോർട്ടിൽ തന്നെ ഇരുന്നപ്പം പിസ്സ കഴിക്കാൻ തോന്നി. അങ്ങനെ പിസ്സയും ഉപ്പാക്ക് ചായ, എനിക്ക് കോഫി എടുത്ത്, സെയിന് കോക്കാണ് എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ടൈമൊക്കെ കുറേ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് ഊബർ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നു. വരുമ്പോഴും ഞങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ നല്ല കംഫർട്ടായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. 13 മണിക്കൂറായിരുന്നു തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നത്. രാവിലെ 6 മണി കഴിഞ്ഞപ്പം കാസർഗോഡ് എത്തി.